അതിൽ പൊതുവെ ഇങ്ങനെ വ്യക്തികളെക്കുറിച്ച് സിനിമയിലുള്ളവർ തന്നെ അങ്ങനെ പറയാറില്ല. പക്ഷെ താങ്കൾ ചില വ്യക്തികളെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതിലൊരു കൺസിസ്റ്റൻസി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മോഹൻലാൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ നായർ ലോബിയുമായി ചേർന്ന് താങ്കളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ആദ്യമുണ്ടായി. അതിനുശേഷം മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല എന്നുള്ള നിലയിൽ വന്നു. ദിലീപ് കൊടും വിഷമാണെന്ന് ഉള്ള തോന്നലുണ്ടായി. അതിനുശേഷം നെടുമുടി വേണു ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്ന് താങ്കൾ പറഞ്ഞു. ഈ പറഞ്ഞ ആളുകളെ കുറിച്ചൊക്കെ താങ്കൾ നല്ലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഈ ആരോപണങ്ങൾക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നല്ലേ എന്റെ അർത്ഥം? അല്ല, ദിലീപ് ഒരു വിഷമാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് എന്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. മമ്മൂട്ടി ഞാനായിട്ട് പലപ്പോഴും ഉടക്കിയിട്ടുണ്ട്, തക്കതായ കാരണത്തിനാണ്. ഇപ്പോൾ ഉടക്കില്ല എന്നിൽ. മമ്മൂട്ടി കൊണ്ടൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ 50-ാം വാർഷികം, അഭിനയത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത മമ്മൂട്ടിയാണ്. അദ്ദേഹം എന്നെക്കുറിച്ച് വളരെ മനോഹരമായി സംസാരിച്ചു. അപ്പം ഞാനും മമ്മൂട്ടിയായിട്ട് അകൽച്ചയില്ലെന്നാണ് അർത്ഥം. മമ്മൂട്ടിയുള്ള പടത്തിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. മോഹൻലാലും ഞാനുമായിട്ട് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇന്നുവരെ ഒരു വാക്കിൽ പോലും ഒന്ന് ചൂടായി സംസാരിച്ചിട്ടില്ല. മാക്സിമം എന്നെ സ്നേഹം പ്രകടനത്തിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു മീനിങ് ധരിക്കരുത്. ഇതൊക്കെ പറയുമ്പോഴാണ് കുഴപ്പം.